ഹലോ ഗൈസ്, ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഡ്രിങ്ക് ഡിഷിൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്ത് എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാർട്ട് ഷേപ്പ്ഡായിട്ടുള്ളൊരു ഡ്രിങ്ക് ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു ക്ലേ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. പരത്തി കൊടുത്തിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അത് രണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ക്ലേ എടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാനാണ്, ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കാനായിട്ടാണ്. എന്നിട്ട് ഞാൻ അതിനകത്തൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഗൈസ്, ഈ ഷേപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. അത് നല്ല രസമാണ് ഗൈസ്. നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കറക്റ്റ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അടുത്ത ഹാർട്ട് ഷേപ്പിൻ്റെ പുറത്ത് അതുപോലെ തന്നെ സെയിം ചെറുതായിട്ടൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പ്രോപ്പറായിട്ടൊരു ഹാർട്ട് പോലെ മറ്റേ പോലെ കറക്റ്റായിട്ട് വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു അപകടമുള്ള പോലെ തോന്നി. അതിന് ശേഷം ഞാൻ അതിന് നടുക്കായിട്ട് കുഞ്ഞൊരു ഹാർട്ടോടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉണങ്ങാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ഹാർട്ട് ഷേപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. ഇത് ശരിക്കൊന്നും ഉണങ്ങിയിട്ടില്ല. പിന്നെ ഞാനങ്ങ് പെയിൻ്റ് അടിച്ച് കൊടുത്ത സാധനം സമയമില്ല ഗൈസ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ പെയിൻ്റ് ഒന്ന് അടിച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് അടുത്ത ഷേപ്പ് എടുത്തിട്ട് അതിലും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട്. പനിയും കൂടെ ആയതുകൊണ്ടായിരിക്കാം. അതിന് ശേഷം ഞാൻ ആ ഒരു ഹാർട്ട് ഷേപ്പിലാണെങ്കിൽ ഒരു പിങ്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബോർഡറിലായിട്ട്. ശേഷം ഞാനാണെങ്കിൽ നടുക്കായിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോറേജ് ഫുള്ളായിട്ട് ക്യാമറ ഓഫായിപ്പോയി. അത് കാരണം അത് വന്നില്ല, ശരിക്ക് അത് കിട്ടിയില്ല ക്ലിപ്പ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ഡോട്ട് ഇട്ടത് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു അടയ്ക്കുന്ന പോർഷനിലുള്ള ആ ഭാഗത്തിന് ഞാനൊരു ഹാർട്ട് ഷേപ്പിനകത്ത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോർഡറിലും എല്ലാം കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.